ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയും കണ്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോൾ ഞാൻ പറയലുണ്ട് എൻ്റെ വ്ളോഗ് എടുക്കുമ്പോൾ എപ്പോഴും മഴ പെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വ്ളോഗിൽ മഴ പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ മഴ ടൈം ആയതുകൊണ്ട് മഴ എന്തായാലും പെയ്യും എന്നാലും ഞാൻ പറയാം. അപ്പം ഇന്ന് നമ്മുടെ ഡയറ്റ് ഫുഡാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പോൾ അങ്ങനെ 3 ഫുഡ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അല്ല ചെയ്തത്. നമ്മളെപ്പോഴും രാവിലെ ഉറങ്ങി എണീറ്റാൽ കുറച്ച് സമയം ഒരു ഗ്ലാസ്സെങ്കിലും ചൂടുവെള്ളം കുടിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് ടേസ്റ്റ് ഇഷ്ടമാകാത്തവരാണെങ്കിൽ കുറച്ച് ജീരകമോ ഒലുവയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമുക്ക് തടി കുറയാനും കൂടെ സഹായിക്കും. ഞാൻ അങ്ങനെ കുടിച്ചിട്ടപ്പോൾ എനിക്ക് നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗീനെ കൊണ്ടുള്ള ഊത്തപ്പം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റാഗീനെ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി. ഇന്ന് നമ്മൾ റാഗീനെ കൊണ്ടുള്ള ഊത്തപ്പം. എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു നേരം നമ്മൾ മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ കമ്പം, ചോളം, റാഗി അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര നല്ലതാണ്, ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ എനിക്കിത് കഴിക്കുന്നതിനെ കൊണ്ട് ഞാൻ അത്യാവശ്യം കണ്ണിൽ ചോരയില്ലാത്ത ആളായതുകൊണ്ട് ഇത് കുറച്ച് എൻ്റെ പീരീഡ്സിനൊക്കെ റാഗി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പീരീഡ്സിന് ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിക്കും റാഗി നിങ്ങൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അപ്പം ഇന്നത്തെ ഊത്തപ്പവും ഞാൻ ചായ കേട്ടോ. ഞാൻ ചായ ഏതെങ്കിലും ഒരു നേരം കഴിക്കും കേട്ടോ. ഒരു നേരം കഴിച്ചു എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര പൊണ്ണത്തടിയന്മാരൊന്നും ആയി പോവില്ല. നിങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. എല്ലാ ഡേയും കഴിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡയറ്റിൽ ഏറ്റവും നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ടൈമിന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാൻ ഈ ഊത്തപ്പത്തിൽ കുറച്ച് റാഗി നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ അരച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഉള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ല ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മൊരിയിച്ചെടുത്തിട്ടോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാം ഓയിൽ മാക്സിമം ഒഴിവാക്കുക. വെളിച്ചെണ്ണ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തേങ്ങേനെ കൊണ്ട് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാകുമ്പോൾ അത് ഹെൽത്തിയാണ്. അപ്പം വെളിച്ചെണ്ണയൊന്നും നമ്മളെ ഒരുപാട് അങ്ങ് തടിയന്മാരൊന്നും ആക്കില്ല. നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ പുറത്തു നിന്നുള്ള ഭക്ഷണം, ഷുഗർ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നല്ലോണം തടി കുറയ്ക്കാൻ കഴിയും. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ ഉച്ചഭക്ഷണത്തിലേക്ക്, ലഞ്ചിലേക്ക് കിടക്കാം. ലഞ്ച് ഞാനിന്ന് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൽ ഇപ്പോൾ ബ്രെഡ് നമുക്ക് വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കലോറിയൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ രണ്ടിലും മൈദ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നും അധികമാവാതിരുന്നാൽ മതി. പിന്നെ ബ്രെഡ് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഗ്രീൻ പീസോ കടലയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിനാവശ്യമുള്ള നമുക്ക് പ്രോട്ടീൻസും കിട്ടും. മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീനും കിട്ടും, നമുക്ക് കാപ്സും ആയല്ലോ. അപ്പം നമുക്ക് ബ്രെഡും നമുക്ക് അതിൻ്റെ അകത്ത് ഗ്രീൻ പീസാട്ടോ ഞാൻ ഇടുന്നത് ഇപ്രാവശ്യം. എന്ന് വെച്ചാൽ കുക്കറിൽ കുറച്ച് ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീരകം പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ അതിലേക്ക് ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച ഗ്രീൻ പീസും പിന്നെ ഒരു ക്യാരറ്റും ഇടുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതിനെ കൊണ്ട് തന്നെ നമുക്ക് അധിക സമയം വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2-3 വിസിൽ വരുന്നവരെ അതൊന്ന് അടച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ ഒരു ജാറെടുക്കുക, മിക്സിൻ്റെ ജാറെടുക്കുക. അതിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും നമ്മളെ പീസും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ല സമ്മന്തി പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സമ്മന്തി പോലെ അരച്ച് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് എല്ലാം ഒരു ചെറിയ പുളിയും ചെറിയ ഉപ്പും എരിവും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. ഇത് മാത്രം മതി, നമ്മുടെ വയറ് ഫുള്ളാവും. അങ്ങനെ ഈ സമ്മന്തി നമുക്ക് എടുത്തിട്ട് ബ്രെഡിൻ്റെ മേലെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഞാൻ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു തവ ചൂടാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഈ ബ്രെഡിനൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം നമ്മളെപ്പോഴും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ബ്രെഡ് തവയിൽ വെച്ചതിന് ശേഷം ഈ ബ്രെഡിൻ്റെ മേലെ എന്തെങ്കിലും തവയോ അങ്ങനെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. അപ്പം ഇവർ ഒന്ന് ചുരുങ്ങി നല്ല സെറ്റായിട്ട് വരും. ഉള്ളിലുള്ള ഭാഗത്തേക്കൊക്കെ നല്ലോണം ചൂടൊക്കെ കിട്ടും. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഞാനായിരിക്കും ചെയ്യാൻ ലേറ്റായത്, എന്നാലും ഞാൻ പറയാം. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് അങ്ങനെ ഗ്രീൻ പീസിനെ കൊണ്ടുള്ള സാൻഡ്വിച്ച് ആയിരുന്നേ.
ഇനിയിപ്പം നമ്മുടെ പണി എന്ന് പറയുന്നത് ഇനി ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ കേട്ടോ. ഇന്നോട്ട് എല്ലാവരുടെയും മഴയുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ഇടിയും മഴയും ഒക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വലുതായിട്ടൊന്നും കഴിച്ചില്ല. വൈകുന്നേരം മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ കഴിച്ചു. നമ്മൾ സീസണൽ ഫ്രൂട്ട്സ് നമുക്കെപ്പോഴും ഹെൽത്തിയാണ്. പക്ഷേ ഫ്രൂട്ട്സ് നിങ്ങൾ ഒരുപാട് കഴിക്കരുത്. ഫ്രൂട്ട്സിലൊക്കെ ഷുഗർ ഉണ്ട്. അപ്പോൾ ഷുഗർ നമുക്ക് പ്രശ്നമാണല്ലോ. അപ്പോൾ ഒരുപാടൊന്നും കഴിക്കണ്ട, കുറച്ച് കഴിക്കാം. പിന്നെ എന്തെങ്കിലും സാലഡ്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ എന്താ പറയുക, നട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നും സ്കിപ്പാക്കാതെ, നമ്മൾ തടി കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക, ലഞ്ച് ഉച്ചയ്ക്ക് വെള്ളം മാത്രം കുടിക്കുക, ജ്യൂസ് കുടിക്കുക. ഞാൻ ജ്യൂസ് കുടിച്ചാൽ ഞാൻ മെലിയും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ആരും ഒന്നും ചെയ്യരുത്. എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് മാത്രം മെലിയുക. അപ്പോഴാണ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിലും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പീരീഡ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ PCOD PCOS അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നല്ല ഹെൽത്തി ഡയറ്റ് എടുത്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഡോക്ടർ തടി കുറയ്ക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പട്ടിണി കിടന്നിട്ട് തടി കുറയ്ക്കാനൊക്കെ നിന്നാൽ അത് പിന്നെ നമുക്ക് എന്താ പറയുക, നല്ല പണി കിട്ടും. ഇപ്പം സാധാ നോർമലായിട്ടുള്ള ഒരാൾക്ക് തടി കുറയ്ക്കണമെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ നമുക്ക് തടി കുറയ്ക്കാൻ പറ്റൂ എന്നെല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. അല്ലാണ്ട് വെറുതെ പോയിട്ട് തടി കുറയ്ക്കരുത്. പിന്നെ എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം അത്യാവശ്യമാണ്. ഈ ചൂടത്തായാലും മഴയത്തായാലും മഞ്ഞത്തായാലും വെള്ളം നന്നായിട്ട് കുടിക്കുക. അല്ലെങ്കിൽ അതും നമ്മുടെ തടീനെ അല്ലെങ്കിൽ ബോഡീനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. മഴക്കാലമൊക്കെ ആയാൽ പിന്നെ ഉണ്ടല്ലോ, നമുക്ക് വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നണം എന്നൊക്കെ തോന്നും. വല്ല പഴംപൊരിയും ചായയോ വല്ല പരിപ്പ് വടയും ചായയൊക്കെ തിന്നണം തോന്നും. പക്ഷെ നമ്മളെ ഇത് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ ദൃഢപ്രതിജ്ഞയിലായിരിക്കണം എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നും. എന്നാലും നമ്മൾ മാക്സിമം ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം തിന്നാലൊന്നും കുഴപ്പമില്ല. ഡെയിലി തിന്നാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും എന്താ പറയുക, മഴയായാലും മഞ്ഞായാലും വെയിലായാലും നമ്മുടെ ഡയറ്റിനെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഒരു ദിവസം ചീറ്റ് ഡേ ഒക്കെ എടുക്കുന്നത് കൊണ്ട് സാരമൊന്നും ഇല്ല കേട്ടോ. ഒരു ദിവസം നമുക്ക് എന്തും തിന്നാനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം. എന്നാലും നമുക്ക് പിറ്റേന്ന് തൊട്ട് ഡയറ്റ് എടുക്കണം തോന്നും. അയ്യോ അതിനും കൂടെ ഞാൻ കഴിച്ചിട്ട് പഠിച്ചോനെ ഞാൻ തടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഭയങ്കര കാട്ടഡായിട്ട് എടുക്കും. പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് മടി വരും. അപ്പം ഒരു ഞായറാഴ്ച നമ്മൾ നല്ല ബിരിയാണിയും മട്ടനൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ആ നിർവൃതി അടയണം. അപ്പം നമ്മുടെ ലഞ്ച് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ലഞ്ച് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നമ്മളെ ഡിന്നറാണ്. ഡിന്നർ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ഗോതമ്പിൻ്റെ ബിരിയാണിയാണ് കേട്ടോ. അപ്പം ഗോതമ്പിൻ്റെ ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എൻ്റെ വീഡിയോയിലേക്ക് വരേണ്ടതാണ് ഉണ്ടാക്കാൻ അറിയാത്തവർ. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു പകുതി ഉരുളക്കിഴങ്ങ്, ഒരു പകുതി ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് അത്യാവശ്യം വലിപ്പത്തിലായിട്ട് അരിയുന്നത്. കാരണം പിന്നെ ഗോതമ്പ് തരിയതിനെ കൊണ്ട് എല്ലാം പെട്ടെന്ന് വെന്താൽ എല്ലാം കൂടെ കഞ്ഞി പോലെ ഇപ്പം അവസാനം ബിരിയാണി കഞ്ഞി കുടിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ. അപ്പോൾ എല്ലാം നന്നായിട്ട് കുറച്ച് വലിപ്പത്തിൽ തന്നെ മുറിക്കുക. ഇനി നമ്മളൊരു ചട്ടി വെക്കുക. അതിലേക്ക് നമ്മുടെ ബിരിയാണീൻ്റെ പട്ട, ഗ്രാമ്പു, ഇലയ്ക്ക എല്ലാം ഇടുക. അതിനുശേഷം നമ്മുടെ ഈ മുറിച്ച് വെച്ച പച്ചക്കറികൾ ഇടുക. അതിലേക്ക് അധികം വേവണ്ട, കുറച്ചൊന്ന് വേവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് ബിരിയാണി മസാല കൂടി ഇടാം. എന്നിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് തരിയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. ശ്രദ്ധിക്കണം അത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് അധികം വെച്ചാൽ മാത്രമേ നമ്മുടെ ഗോതമ്പ് തരി, ഉപ്പ് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് അധികം ഇരുന്നാൽ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുറച്ച് പുതിന കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാനതൊന്നും ഇട്ടില്ല. അപ്പം ഇതെല്ലാം കൂടെ ഒഴിച്ച് നിങ്ങളിത് ഇനി അടച്ച് വെച്ച് വേവിക്കൊന്നും വേണ്ട. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗോതമ്പ് തരി ആയതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. നല്ല അടിപൊളി എന്താ പറയുക, വേറെ തന്നെ എല്ലാം കിട്ടും. നമുക്ക് ചോറായാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ വേറെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും ഇട്ടോ, അതൊന്നും കുഴപ്പം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.